ഹായ് ഗായ്സ്, എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ 1000 വിഷു ആശംസകൾ. അപ്പോൾ ഗൈസ്, നമുക്ക് വിഷു കണിക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കാം. ഇപ്പോൾ കണി വയ്ക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് അപ്പം സെറ്റാക്കുന്നത്. നമുക്ക് കണ്ണ വയ്ക്കാനുള്ള പീഠമാണ് അപ്പം സെറ്റാക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ണനെ വെച്ച് ഇപ്പോൾ കണ്ണന് ഉടയാട ഉടിപ്പിക്കുകയാണ്, അണ്ണനും അപ്പനും കൂടി. അപ്പോൾ ഉണ്ണിക്കണ്ണൻ ഇനി അടുത്തതായി തലപ്പാവ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തലപ്പാവം വെച്ച് കൊടുക്കുന്നത് നമ്മുടെ അണ്ണൻ തന്നെയാണ്. എൻ്റെ ചേട്ടച്ചാരാണ്. ചേട്ടച്ചാരും അപ്പനും കൂടെയാണ് ഈ തലപ്പാവം സെറ്റ് ചെയ്ത് വെക്കുന്നത്. ആ തലപ്പാവം കൂടെ വെച്ചപ്പോൾ നമ്മുടെ ഉണ്ണിക്കണ്ണനെ കാണാൻ എന്ത് ചന്തമെന്ന് അറിയാമോ? അപ്പോൾ ആര് കണ്ടാലും നമ്മുടെ ഈ ഉണ്ണിക്കണ്ണനെ ഒന്ന് കൊഞ്ചിക്കാനും കൂടി തോന്നും. അപ്പോൾ നമ്മുടെ ഉണ്ണിക്കണ്ണന് നമ്മൾ ഉടയാടയും തലപ്പാവും വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ആ ഉണ്ണിക്കണ്ണെടുത്ത് വീഴ്ത്തി വെച്ചു. അപ്പോൾ മച്ചന്മാരെ, നമുക്ക് കണിക്കുള്ള ഒരുക്കങ്ങൾ സെറ്റ് ചെയ്താലോ? അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പഴങ്ങളോ പച്ചക്കറികളോ നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെയാണ് ഇന്ന് വെക്കുന്നത്. പിന്നെ ഒരു കണ്ണാടിയും കുറച്ച് നെല്ലും വെക്കുന്നുണ്ട്. പിന്നെ കണ്ണിൻ്റെ സൈഡിൽ തന്നെ രാമായണം കുറച്ച് നാണയത്തൊട്ടുകളും വെക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ കണിക്കൊന്നയും ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി രാവിലെ കാണാം. ഹായ് ഗൈസ്, ഹാപ്പി വിഷു. അപ്പോൾ നമ്മുടെ വിളക്കെല്ലാം കത്തിച്ചത്, കണിയൊക്കെ ഒരുക്കിയത് നമ്മളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ കണി ഉണ്ടായിരുന്നു, പക്ഷെ അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അന്നേരം ആരും എടുക്കില്ലായിരുന്നു. പിന്നെ ഇനി നമുക്ക് അമ്പലത്തിൽ പോകാം. മച്ചാന്മാരപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ എനിക്ക് അപ്പനും അമ്മയും വിഷു കൈനീട്ടം തരികയാണ്. അപ്പം മച്ചാന്മാർ, ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലം, വെൺമനത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. അപ്പോൾ മച്ചാന്മാരെ, ഞാൻ അമ്പലത്തിൻ്റെ അകത്തുനിന്ന് കയറിയിട്ട് വരാം. ഗൈസ്, കിട്ടി ഗൈസ്, വിഷു കൈനീട്ടം കിട്ടി ഗൈസ്. നമുക്ക് വീട്ടിലേക്ക് പോകാം. ഞാൻ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചെത്തി അമ്പലത്തിൽ നിന്ന്. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് ഇരുന്ന് നോക്കാം. അമ്മ എന്നാ പരിപാടിന്ന്. അമ്മേ ഗൈസ്, തന്നെ അമ്മേ വറ്റമുളക് തോരനുണ്ടാക്കാനോ? വറ്റമുളക് കാരണം അമ്മയ്ക്കോട് ഞങ്ങൾ ഇന്ന് എരിഞ്ഞ് ചാവും. അമ്മേ, ഹാപ്പി വിഷു. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി തന്നെ ഇന്നൊക്കെ ഉണ്ടാക്കുന്നേ? പിന്നെ നമ്മൾ സദ്യ, പരിപ്പ്, പപ്പടം. അവിയലായിരുന്നു നമ്മൾ പറഞ്ഞു. കൊള്ളാല്ല. ഒരു കയ്യിൽ കടല, മറ്റേ കൈ കൊണ്ട് അവിയൽ ഉണ്ടാക്കുന്നു. കൊള്ളാലമ്മ. അമ്മയ്ക്ക് നിൽക്കാൻ സമയമില്ല, മോടി നടന്ന പണിയാണ് ഇവിടെ മൊത്തം. അമ്മ ഇപ്പം തകർത്ത് വരികയാണ്. നമ്മുടെ അവിയൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതന്നെ അമ്മ ഇവിടെ വെച്ചിരിക്കുന്നേ? അടുപ്പത്ത് വെച്ചിരിക്കുന്നേ വെള്ളോ? അടുപ്പത്ത് വെള്ളമാണ്. അരിയിടാൻ വെള്ളം ഇവിടെ തിളയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റെഡി ചെയ്ത് പരിപ്പല്ലേ? പരിപ്പ് റെഡിയായി. അവിയുണ്ട്. പിന്നെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. മാമ്പഴം ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിനി അടുത്തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിയലുണ്ടാക്കി, പരിപ്പുണ്ടാക്കി, പിന്നെ തന്നെ തോരനാണ് ഞാൻ അടുത്തുണ്ടാക്കുന്നത്. എന്ത് തോരണം? അത് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഉണ്ടാക്കി കഴിയുമ്പോൾ ഞങ്ങൾ പറയാം. എല്ലാം ഉണ്ടാക്കുന്ന മുമ്പ് ഞങ്ങൾ പറയാം. എന്താ ഏത് തോരൻ വേണം എന്നുള്ള കൺഫ്യൂഷനിലല്ലേ. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ തോരൻ ഏതാണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുകയാണ്. അമ്മയെ കാണുന്നില്ല. നമ്മുടെ ചോദിച്ചാലും എനിക്കറിയത്തുള്ളൂ ഇതിൻ്റെ പേരെന്നാണ്. എന്ത് ബീൻസ് സെറ്റപ്പാണ്. പിന്നെ അമര ഇതിൻ്റെ പേരമ്മേ? ഈ ബീൻസിൻ്റെ അമരപ്പയർ. അപ്പോൾ അമരപ്പയറാണ് നമ്മൾ ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വന്നു. അപ്പോൾ അമ്മ ഇവിടെ ഇത് അരിയാൻ വേണ്ടിയിട്ട്. അമ്മ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? തേങ്ങ ഉണ്ട് എന്നാ വീഡിയോ ചെയ്തുകൊണ്ടാണോ? ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞോളെ. അപ്പോൾ അമ്മ ചെന്നിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തേങ്ങ ഇടാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് തേങ്ങ എടുക്കാം. നമുക്ക് അരിയണ്ടേ? അരിയണ്ടല്ലേ, ചേരണല്ലേ? നമ്മളെ തേങ്ങ കാണുന്നില്ല ഗൈസ്. നമ്മുടെ തേങ്ങ കാണുന്നില്ല. അതേ രീതി നമ്മുടെ തേങ്ങ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെന്നിട്ട് വരാം. അമ്മ, നമ്മുടെ മാമ്പഴ പുളിശ്ശേരി അതിൻ്റെ നമുക്ക് തേങ്ങ കിട്ടുന്നുണ്ടല്ലേ? മാമ്പഴ പുളിശ്ശേരിക്ക് വേണം. കഴിച്ചക്ക പച്ചടിക്ക് വേണം. തോരനും വേണം. ഇതിനൊന്നും നമ്മൾ തേങ്ങ ചെണ്ടിട്ടില്ലല്ലോ. തോരൻ ഞാൻ ചെണ്ടിയില്ല, ചെണ്ടെന്നേ ഉള്ളൂ അല്ലേ? തോരൻ ഞാൻ എടുത്ത് വെച്ചോ? ഇനി മാമ്പഴപ്പുളിശ്ശേരിക്കും ഈ ഇത് മതി, മധുരപ്പച്ചടിക്ക്. ഓക്കെ, നമുക്ക് അതിനുള്ള തേങ്ങ ചെണ്ട. മറ്റേ നമ്മുടെ തേങ്ങ അവിടെ ചെണ്ടി കഴിഞ്ഞു. നമുക്ക് അമ്മ കഴിക്കാം. അമ്മ, തേങ്ങ ഇത്ര മതിയോ? ഇനിയും വേണോ? കുറച്ചെണ്ണം വേണ്ടേ? ഇതന്നെ തോരനുള്ളതോ? തന്നെ അതിനുള്ളതോ? തോരനുള്ള. ഓഹോ, അമ്മ ഇത് മതിയോ അമ്മ? ഓക്കെ.
ആ ദേരിക്കുന്നു. ഇവിടെ കുറച്ച് തേങ്ങ ഇരിപ്പുണ്ട്. ഇതോ അപ്പം അങ്ങനെ അവിടെ നിന്ന് തേങ്ങ ആയിട്ടുണ്ടല്ലേ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പരിപ്പ് കറി അല്ലേ. അമ്മ തേങ്ങാപ്പാൽ തന്നിട്ടുണ്ട്. അമ്മയെ നോക്കിയിട്ട് പറയാം കേട്ടോ. ഇപ്പോൾ വേറെ എന്ത് സമയത്ത് ചെയ്യാനുണ്ടോ ഇടയ്ക്ക്? ഞാൻ എന്തെങ്കിലും ചെയ്യണോ? ഉണ്ടോ? എന്നാ ഇല്ലേ? ഇല്ല, കുറച്ച് മുമ്പ് ഞാൻ ക്യാമറ ഓഫ് ആക്കിയപ്പോൾ അമ്മ ഒരു കാര്യം എന്നോട് പറഞ്ഞായിരുന്നല്ലോ. തേങ്ങയല്ല, തേങ്ങയുടെ കാര്യമല്ല. അല്ല, ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് അമ്മയോട് ഞാൻ ചോദിച്ചപ്പോൾ അമ്മ എന്നോട് പറഞ്ഞത്. മടിയാന്ന് അമ്മ ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല. തേങ്ങാപ്പീര ഓ അതെ, കഴുതച്ചക്കയൊക്കെ ഇവിടെ തൊഴിലുകളൊന്ന് വെച്ചു. പരിപ്പ് എന്തില്ലേ? തേങ്ങ മതിയായോ? തേങ്ങ മതിയായില്ലെങ്കിൽ പറയണം. ആകാനല്ല ദേ മൊത്തം തീർന്നു. ഇനി ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഇനിയിപ്പോൾ വേറെ പൊട്ടിക്കണം. ഇത് വേണമെങ്കിൽ പറയണം. പൂച്ച. അപ്പോൾ ഗൈസ് നമ്മുടെ പൈനാപ്പിളാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കിടന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതന്നെ പൈനാപ്പിൾ കിച്ചടി പച്ചടി എന്നെ പൈനാപ്പിൾ കൊണ്ട് എന്താ ഉണ്ടാക്കേണ്ടത് മാതാവി? പൈനാപ്പിൾ കൊണ്ട് മധുരപ്പച്ചടി. അത് തന്നെ, കിച്ചടിയും പച്ചടിയല്ല. പച്ചടി തന്നെയല്ലേ, മധുരപ്പച്ചടി. ഗൈസ് നമ്മളെ അമ്മ ഇതിവിടെ അരിയുന്നുണ്ട് പച്ചടി. വന്നോ? നമ്മുടെ പിതാവ് ആഗതനായിരിക്കുന്നു. കുറച്ച് അത്യാവശ്യ പണികളിലായിരുന്നു. ഞങ്ങളെല്ലാം രാത്രി കണിയാക്കി ഒരുക്കി വെച്ചു. രാവിലെ കണി കണ്ടു, ക്ഷേത്രത്തിൽ പോയി ക്ഷേത്ര ദർശനം നടത്തി. കുട്ടികൾക്കൊക്കെ വിഷുക്കണി കൊടുത്തു, വിഷുക്കൈനീട്ടം കൊടുത്തു. അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിന് ചുറ്റുപാടുള്ള കുറേ കുട്ടികളുണ്ട്, അവർക്ക് കൊണ്ട് വിഷുക്കൈനീട്ടം കൊടുത്തു. ഞങ്ങളുടെ ഒരു വല്യമ്മയുണ്ട്, വല്യമ്മയ്ക്ക് കൊണ്ട് വിഷുക്കൈനീട്ടം കൊടുത്തു. അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഞങ്ങളിവിടെ നിൽക്കുകയാണ്. അപ്പം കുറച്ച് തിരക്കിലായിരുന്നു. ഞാൻ കുറച്ച് പണിയിൽ അത്യാവശ്യ പണി അവധി കിട്ടുന്ന ദിവസങ്ങളിലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ കുറെ അത്യാവശ്യ പണികളിലൊക്കെ ആയിരുന്നു. അപ്പം എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു. ഒരാൾ എൻ്റെ ഇടയ്ക്ക് വിഷു പറഞ്ഞല്ലോ. ക്യാമറ വരുമ്പോൾ മാത്രം ഞങ്ങൾക്ക് വിശ്വാസംസകൾ പറയാൻ പറ്റില്ല കേട്ടോ. വിശ്വാസംസ ഞങ്ങൾക്ക് വിശ്വാസംസകൾ. അപ്പൊ എന്റെ ശ്രീമതി ഇവിടെ ഉച്ചയൂണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്ര നേരമായിട്ട് അമ്മ എന്നൊക്കെ പൈനാപ്പിൾ ആണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. പൈനാപ്പിൾ അല്ല തയ്യാറാക്കുന്നത്, മധുരപ്പച്ചടിക്കുള്ള പൈനാപ്പിൾ അല്ലേ അറിയുന്നത്. പൈനാപ്പിൾ അരിഞ്ഞ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ തെറ്റിപ്പോകുന്നത് എന്റെ ഉദ്ദേശശുദ്ധി അത് തന്നെയായിരുന്നു. പൈനാപ്പിൾ അരിഞ്ഞ് പച്ചടി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങളങ്ങനെ അധികം കാര്യമായിട്ടുള്ള ആഘോഷങ്ങളൊന്നും നടത്തുന്നില്ല. കാരണം ഇന്നലെ ചെറിയ ചെറിയ ചില ഐറ്റംസ് ഒക്കെ മാത്രം വെച്ചുകൊണ്ട്, അതെ, ഈ മുദ്രപ്പച്ചടിയൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ. അപ്പനെ ഫോം ബെല്ലടിക്കാണ്ട് അപ്പം പോവാണ്. അപ്പം പിന്നെ നമുക്ക് അമ്മയിലേക്ക് വരാം. പഴവും മധുരപ്പച്ചടിക്ക് നമ്മൾ പൈനാപ്പിൾ അരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഴം അരിഞ്ഞിരിക്കുകയാണ് അമ്മ. നമ്മുടെ ഏത്തപ്പഴം അല്ലേ ഇത്? ഏത്തപ്പഴം പൈനാപ്പിളും. നിങ്ങൾക്കപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും എന്നാ പറയുന്നത് പാചകം അല്ലേ, എന്തെങ്കിലും പറയണമെങ്കിൽ അമ്മ അങ്ങനെയൊന്നും പറയണ്ട, അങ്ങനെ അപ്പനെ കൊച്ചാക്കണ്ട. അപ്പന്റെ രാജസ്ഥാൻ എന്നെ ഹിറ്റ് ആയിരുന്നു അറിയാവോ? വാചകകലയിലും പ്രഗത്ഭനാണെന്നാണ് പറഞ്ഞു വെക്കുന്നത് അല്ലേ. നമ്മുടെ പൈനാപ്പിൾ പച്ചടിക്കുള്ള പൈനാപ്പിളും പിന്നെ പഴവും നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അമ്മ ഇവിടെ വേറെ പരിപാടി എന്ന് പറഞ്ഞാൽ മാങ്ങക്കറി എന്നാ അമ്മ? മാങ്ങലിശ്ശേരിയോ എന്നാണ്? ഈ മാങ്ങ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കും. മാമ്പഴപ്പുളിശ്ശേരി. പുളിശ്ശേരി ഒന്ന് ചെറിയ ഇതായിട്ട് മാമ്പഴം അവിടെ ഇരിക്കണ്ടേ. എടാ മിണ്ടാണ്ടിരിക്കണം, നീ കുറെ നേരമായല്ലോ. കേട്ടോ കുക്കർ അനുസരണുണ്ട് കേട്ടോ. ഒന്ന് പറഞ്ഞപ്പോഴേ നിർത്തി അല്ലേ അമ്മേ? അമ്മയുടെ മോനില്ലാത്ത സാധനം അവിടെ ഉണ്ട്. ഇന്നലെ അപ്പൊ പറയാൻ വന്നേ
അനുസരണ അവനെ അറിയാതെ ചേട്ടാ, നമ്മുടെ മോൻ അനുസരണ ഇല്ല എന്നുള്ള കാര്യം അവനറിയാം. അവൻ അവനെ തന്നെ അത് തന്നെ എസ് ഫുൾ ഫോം കൂടെ പറഞ്ഞെടുക്ക്. സ്വന്തമല്ല, സ്വയം പൊക്കി. അമ്മ ഇപ്പം അതാ പറയാൻ വന്നതെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അങ്ങ് പറഞ്ഞത്. പക്ഷെ അത് എനിക്ക് തന്നെ പണിയായി. എനിക്ക് ഞാൻ ഇവിടെ ഒന്നും മിണ്ടാത്തത്. ഇപ്പോഴത്തെ ശർക്കര നമ്മൾ പച്ചടിക്കുള്ളല്ലേ, പച്ചടിക്കുള്ള ശർക്കര. ശർക്കരക്കല്ലേ കട്ടിയ ചണ്ടിട്ട് വരുന്നില്ല. ചണ്ടി എടുക്കുമല്ലേ. പിന്നെ മറ്റേ കട്ടയിട്ടിട്ടല്ലേ, ചണ്ടി ഇട്ടാൽ പെട്ടെന്ന് ഇതാവും. എന്നാ അതിലെത്തും. അമ്പച്ചരൻ്റെ ശർക്കരയും കൂടി ഇട്ടു. കുറച്ചുകൂടെ വേണ്ട അമ്മ. ശർക്കരയും കൂടെ എൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് ലൈറ്റ്സ് വന്നാലോ? ഫുൾ ലൈറ്റ്. ഇത് ലൈറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ കാരോട് തവി എന്നിട്ട് വെച്ചാൽ അതിലേക്ക് നമ്മുടെ ചേരുവകൾ ചേർക്കുകയാണ്. മിക്സി. അപ്പം നമ്മുടെ മാങ്ങാണ്ടി മാമ്പഴ പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് അല്ലേ? ഇന്നലെ കിട്ടിയല്ലേ? അതും മാങ്ങാണ്ടി. നമ്മുടെ സദ്യക്കുള്ള കറികളൊക്കെ ഏറെക്കുറെ റെഡി ആയിരിക്കുന്നു. നമുക്ക് ഇഞ്ചിക്കറിയും കൂടെ ഉണ്ടാക്കണം. മേലിന്ന് ലൈറ്റ് അടിച്ചാണ് മൊത്തം ലൈറ്റ് ആയത്. ഇതാണ് എൻ്റെ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളല്ല, അത് അമ്മ ഉണ്ടാക്കി. ഇതാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. അല്ല വ്ലോഗ് ചെയ്യുന്നു. നമുക്ക് അടുത്ത പോയി ഇഞ്ചിക്കറി ഉണ്ടാക്കാന്നൊക്കെ നമുക്ക് പോയി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്ത് സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കും. ഇഞ്ചിക്കറി ഏറ്റവും അവസാനം ഇവർക്കും കഴിക്കേണ്ടതാണ്, എനിക്ക് മാത്രം കഴിക്കേണ്ടതല്ല. ലാസ്റ്റ് തിന്നുന്ന ഹെൽപ്പ് അല്ലേ, എനിക്കറിയാം. അത് നമ്മളുണ്ട്, അങ്ങനെയല്ലേ ഉള്ളൂ. അല്ല നമ്മൾ ഇഞ്ചിത്തൈര് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഇലയിൽ വെച്ച് കഴിയാം. അപ്പം മച്ചന്മാരെ നമ്മുടെ ട്യൂഷൻ ഇലയിലേക്ക് നമ്മുടെ മുല്ലപ്പൂ മുട്ട് പോലെയുള്ള നമ്മുടെ അരിമണികൾ ചോറ് വിളമ്പുകയാണ്. ആ ഇലയിലേക്ക് കുറച്ച് ഇഞ്ചിത്തൈരും കുറച്ച് മധുരപ്പച്ചടിയും കുറച്ച് തോരനും കുറച്ച് അവിയലും ഒരു പപ്പടവും കൂടി, എന്നിട്ട് ചോറിൻ്റെ നടുക്ക് കുറച്ച് പരിപ്പ് കറിയും പിന്നെ കുറച്ച് അച്ചാറും. ആ പരിപ്പിലേക്ക് 2 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചാൽ ആഹാ. പിന്നെ ഈ ചോറിൻ്റെ സൈഡിൽ കുറച്ച് മാമ്പഴ പുളിശ്ശേരിയും കൂടെ ഒഴിച്ചാൽ ആഹാ, എൻ്റെ മോനെ സ്വർഗം. അപ്പാ എങ്ങനെയുണ്ട് അപ്പൻ്റെ സഹധർമ്മിണിയുടെ ചെറിയൊരു സദ്യ? സഹധർമ്മിണി എന്നാ ഉണ്ടാക്കിയാലും രുചികരമായിട്ട് ഉണ്ടാക്കത്തുള്ളൂ. പ്രത്യേകിച്ച് ഇന്നത്തെ ചെറിയ രീതിയിലാണേലും ഈ പൊട്ടാനൊക്കെ ഉണ്ടാക്കിയത് വളരെ രുചികരമാണ്. സ്വാദിഷ്ടമല്ലേ? സ്വാദിഷ്ടമാണ്. അതിലൊക്കെ അതിഗംഭീരം. അമ്മ ചോദിക്കുന്ന മാമ്പഴക്കറി എങ്ങനെയുണ്ട്? മാമ്പഴക്കറി ഞാൻ കൂട്ടിയില്ലേ? കൂട്ടിക്കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം പറയാം. നമ്മുടെ പൈനാപ്പിൾ പച്ചടി എന്തി അങ്ങനെയുണ്ട്? നല്ലതാണ്. സദ്യക്കാര് നല്ലതാണ്. സദ്യക്കൊക്കെ ഉണ്ടാക്കുന്നതിലും നല്ലതായിട്ടുണ്ട്. പ്ലീസ് നിങ്ങൾക്ക് ഈ കറികളെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടാൽ മതി. നമ്മൾ ആ കറികളെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അല്ലേ അമ്മേ? അത്രേ ഉള്ളു, നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. കഴിയുന്നതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്. അപ്പോൾ നമുക്ക് ഇനി കഴിച്ചിട്ട് കാണാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റും കൂടെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും വിഷു ആശംസകൾ.